ഏശയ്യ 28 അധ്യായം 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. എഫ്രായിമിലെ മദ്യപന്മാരുടെ ഗർവിഷ്ഠ കിരീടത്തിനും മതോന്മത്തരുടെ സമ്പന്നമായ താഴ്വരയുടെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന മഹത്തായ സൗന്ദര്യത്തിൻ്റെ വാടിക്കൊഴിയുന്ന പുഷ്പത്തിനും ദുരിതം. ഇതാ കർത്താവിൻ്റെ കരുത്തനായ യോദ്ധാവ്, കന്മഴക്കാറ്റുപോലെ, നാശം വിധിക്കുന്ന കൊടുങ്കാറ്റുപോലെ, കൂലം തകർത്തൊഴുകുന്ന മലവെള്ളം പോലെ ഒരുവൻ. അവൻ അവരെ എഫ്രായിമിലെ നിലത്ത് ഊക്കോടെ വലിച്ചെറിയും. മതോന്മത്തരുടെ കിരീടം നിലത്തിട്ട് ചവിട്ടും. ഫലപുഷ്ടമായ താഴ്വരയുടെ ശിരസിൽ അതിൻ്റെ മഹത്തായ സൗന്ദര്യത്തിൻ്റെ വാടിക്കൊഴിയുന്ന പുഷ്പം വേനൽക്കാലത്തിന് മുമ്പ് ആദ്യം പാകമാകുന്ന അത്തിപ്പഴം പോലെയാണ്. അത് കാണുന്നവൻ ഉടനെ പറിച്ചു തിന്നുന്നു. അന്ന് സൈന്യങ്ങളുടെ കർത്താവ് മഹത്വത്തിൻ്റെ മകുടമായിരിക്കും. തൻ്റെ ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അവിടുന്ന് സൗന്ദര്യത്തിൻ്റെ കിരീടമായിരിക്കും. അവിടുന്ന് ന്യായാധിപന് നീതിയുടെ ആത്മാവും നഗരകവാടത്തെങ്കിൽ നിന്ന് ശത്രുവിനെ തുരത്തുന്നവർക്ക് ശക്തിയുമായിരിക്കും. പുരോഹിതന്മാരും പ്രവാചകന്മാരും പോലും വീഞ്ഞു കുടിച്ച് മതിക്കുന്നു. ലഹരി പിടിച്ച് അവർ അലയുന്നു. വീഞ്ഞ് അവരെ വഴിതെറ്റിക്കുന്നു. അവർക്ക് ദർശനങ്ങൾ തെറ്റുപറ്റുന്നു. ന്യായവിധിയിൽ കാലിടറുന്നു. എല്ലാ മേശകളും ഛർദ്ദിച്ചുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മലിനമല്ലാത്ത ഒരു സ്ഥലവുമില്ല. അവർ പറയുന്നു, ആരെയാണ് ഇവൻ പഠിപ്പിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഇവൻ സന്ദേശം വ്യാഖ്യാനിക്കുന്നത്? മുലകുടി മാറിയ ശിശുക്കൾക്കു വേണ്ടിയോ? ഇത് നിയമത്തിന്മേൽ നിയമമാണ്, നിയമത്തിന്മേൽ നിയമം, ചട്ടത്തിന്മേൽ ചട്ടമാണ്, ചട്ടത്തിന്മേൽ ചട്ടം. ഇവിടെ അല്പം, അവിടെ അല്പം. വിക്കന്മാരുടെ അധരങ്ങൾ കൊണ്ടും അന്യഭാഷക്കാരുടെ നാവ് കൊണ്ടും കർത്താവ് ഈ ജനത്തോട് സംസാരിക്കും. അവിടുന്ന് ജനത്തോട് അരുളി ചെയ്തിട്ടുണ്ട്, ഇതാണ് വിശ്രമം. പരീക്ഷണർക്ക് വിശ്രമം നൽകുക, ഇതാണ് വിശ്രമം. എന്നിട്ടും അവർ ശ്രവിച്ചില്ല. അതിനാൽ കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിന്മേൽ നിയമമാണ്, നിയമത്തിന്മേൽ നിയമം, ചട്ടത്തിന്മേൽ ചട്ടമാണ്, ചട്ടത്തിന്മേൽ ചട്ടം. ഇവിടെ അല്പം, അവിടെ അല്പം. അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയിലകപ്പെടുകയും ചെയ്യും. ജെറുസലേമിൽ ഈ ജനത്തെ ഭരിക്കുന്ന നിന്ദകരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. മരണവുമായി ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി, പാതാളവുമായി ഞങ്ങൾക്കൊരു കരാറുണ്ട്. മഹാമാരി പാഞ്ഞു വരുമ്പോൾ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല. എന്തെന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം, നുണയാണ് ഞങ്ങളുടെ സങ്കേതമെന്ന് നിങ്ങൾ പറയുന്നു. അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത കല്ല്, അടിസ്ഥാനമായിടുന്നു. വിലയുറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാവുകയില്ല. ഞാൻ നീതിയെ അളവു ചുരുട്ടും, ധർമ്മനിഷ്ഠയെ തൂക്കുകട്ടയുമാക്കും. കന്മഴ വ്യാജത്തിൻ്റെ അഭയസങ്കേതത്തെ തൂത്തെറിയും. പ്രവാഹങ്ങൾ അഭയകേന്ദ്രത്തെ മുക്കിക്കളയും. മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി അസാധുവാക്കും. പാതാളവുമായുള്ള കരാർ നിലനിൽക്കുകയില്ല. അപ്രതിരോധ്യമായ മഹാമാരിയുടെ കാലത്ത് നീ അതിനാൽ തകർക്കപ്പെടും. അത് കടന്നു പോകുമ്പോൾ നിന്നെ ഗ്രസിക്കും. പ്രഭാതം തോറും അത് ആഞ്ഞടിക്കും. പകലും രാത്രിയും അതുണ്ടാകും. അതിൻ്റെ വാർത്ത കേൾക്കുന്നത് തന്നെ കൊടും ഭീതി ഉളവാക്കും. നിവർന്നു കിടക്കാൻ വയ്യാത്ത വിധം കിടക്ക നീളം കുറഞ്ഞതും പുതയ്ക്കാനാവാത്ത വിധം പുതപ്പ് വീതിയില്ലാത്തതുമാണ്. പെരാസിം പർവ്വതത്തിൽ ചെയ്തതുപോലെ കർത്താവ് തൻ്റെ കൃത്യം നിർവഹിക്കാൻ എഴുന്നേൽക്കും. അവിടുത്തെ പ്രവൃത്തി ദുർഗ്രഹമാണ്. ഗിബെയോൻ താഴ്വരയിൽ വച്ചെന്ന പോലെ അവിടുന്ന് ക്രൂതനാകും. അവിടുത്തെ പ്രവൃത്തി ദുരൂഹമാണ്. അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ദേശം മുഴുവൻ്റെയും മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വിധി ഞാൻ കേട്ടു. എൻ്റെ സ്വരത്തിന് ചെവി തരുവിൻ. ശ്രദ്ധാപൂർവം എൻ്റെ വാക്ക് കേൾക്കുവിൻ. വിതയ്ക്കാൻ ഉഴുന്നവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ? ഞാൻ എപ്പോഴും നിലം ഇളക്കി കട്ട ഉടച്ചുകൊണ്ടിരിക്കുമോ? നിലമൊരുക്കി കഴിയുമ്പോൾ അവൻ ചതുപ്പ് വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് വരിയായി നടക്കുകയും ബാർലി യഥാസ്ഥാനം വിതയ്ക്കുകയും ചെറുഗോതമ്പ് അതിനുള്ളിൽ ഇടുകയും ചെയ്യുന്നില്ലേ? അതിനാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു. അവൻ്റെ ദൈവം അവനെ അഭ്യസിപ്പിക്കുന്നു. ചതക്കപ്പ് മെതിക്കാൻ മെതിവണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിൻ്റെ പുറത്ത് വണ്ടിച്ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല. ചതക്കുപ്പായം
ജീരകവും വാടികൊണ്ട് തല്ലി ഒഴിക്കുന്നു. ധാന്യം മെതിക്കുമ്പോൾ അത് ചതച്ചു കളയുമോ? ആരും തുടർച്ചയായി മെതിച്ചുകൊണ്ടിരിക്കുന്നില്ല. കുതിരയെ കെട്ടിയ വണ്ടി ഓടിച്ച ചക്രം കൊണ്ട് അത് ചതച്ചു കളയുന്നില്ല. സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത്. അവിടുത്തെ ഉപദേശം വിസ്മയനീയവും ജ്ഞാനം മഹോന്നതവുമാണ്. ഏശയ്യ 29 അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അരിയേൽ, അരിയേൽ, ദാവീദ് പാളയമടിച്ച നഗരമേ, നിനക്ക് ദുരിതം. 1 വർഷം കൂടി കഴിഞ്ഞുകൊള്ളട്ടെ, ഉത്സവങ്ങൾ യഥാക്രമം നടക്കട്ടെ. ഞാൻ അരിയേലിന് കഷ്ടത വരുത്തും, അവിടെ വിലാപധ്വനി ഉയരും. നീ എനിക്ക് തീ കൂട്ടിയ ബലിപീഠം പോലെ ആയിരിക്കും. ഞാൻ നിനക്ക് ചുറ്റും പാളയമടിക്കും, മൺതിട്ട ഉയർത്തി ഞാൻ ആക്രമിക്കും, നിനക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും. അപ്പോൾ ഭൂമിയുടെ അഗാധത്തിൽ നിന്ന് നീ സംസാരിക്കും, പൊടിയിൽ നിന്ന് നിന്റെ ശബ്ദം ഉയരും. ഭൂതത്തിൻ്റെതുപോലുള്ള നിന്റെ സ്വരം മണ്ണിൽ നിന്ന് കേൾക്കും. പൊടിയിൽ കിടന്ന് നീ മന്ത്രിക്കുന്നത് കേൾക്കും. നിന്റെ ശത്രുക്കളുടെ കൂട്ടം ധൂളി പോലെയും നിർദ്ധയരുടെ കൂട്ടം പറക്കുന്ന പതിര് പോലെയുമായിരിക്കും. എന്നാൽ നനച്ചിരിക്കാത്ത നിമിഷത്തിനകം സൈന്യങ്ങളുടെ കർത്താവ് നിന്നെ സന്ദർശിക്കും. ഇടിമുഴക്കത്തോടും ഭൂമി കുലുക്കത്തോടും ഭയങ്കരനാദത്തോടും ചുഴങ്കിലിക്കാറ്റോടും കൂടെ ദഹിപ്പിക്കുന്ന അഗ്നിയോടും കൂടെ അവിടുന്ന് വരും. അരിയേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ജനതകളുടെ കൂട്ടം, അവൾക്കും അവളുടെ കോട്ടയ്ക്കുമെതിരെ യുദ്ധം ചെയ്ത് അവളെ കഷ്ടപ്പെടുത്തുന്നവർ സ്വപ്നം പോലെ, നിശാദർശനം പോലെയാകും. സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും, കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയുമാകും. വിസ്മയ സംബന്ധരാകുവിൻ, നിങ്ങളെ തന്നെ അന്ധരാക്കുവിൻ, ഉന്മത്തരാകുവിൻ, എന്നാൽ വീഞ്ഞുകൊണ്ടാവരുത്. ആടി നടക്കുവിൻ, എന്നാൽ മദ്യപിച്ചിട്ടാവരുത്. കർത്താവ് നിങ്ങളുടെ മേൽ നിദ്രാലസത്തിന്റെ നിശ്വാസം അയച്ചു. പ്രവാചകന്മാരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുന്ന ദീർഘദർശികളായ നിങ്ങളുടെ ശിരസ്സുകൾ മൂടുകയും ചെയ്തു. ഈ ദർശനം നിങ്ങളുടെ മുദ്രിത ഗ്രന്ഥത്തിലെ വാക്കുകൾ പോലെ ആയിരിക്കുന്നു. അത് വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ, ഇത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു, വായിക്കാൻ കഴിയുകയില്ല എന്നവൻ പറയുന്നു. വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ്റെ കയ്യിൽ ആ പുസ്തകം കൊടുക്കുമ്പോൾ, എനിക്ക് വായിക്കാനാവുകയില്ല എന്ന് അവനും പറയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ്. അതിനാൽ ഞാൻ വീണ്ടും ഈ ജനത്തോട് വിസ്മയനീയമായ വൻകാര്യങ്ങൾ ചെയ്യും. അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, വിവേകികളുടെ വിവേചനാശക്തി ഇല്ലാതാകും. തങ്ങളുടെ ആലോചനകളെ കർത്താവ് കാണാതെ അഗാധത്തിൽ ഒളിച്ചു വയ്ക്കുകയും തങ്ങളുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൽ നടത്തുകയും ഞങ്ങളെ ആര് കാണും, ഞങ്ങളെ ആര് അറിയും എന്ന് ചോദിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ഈ വസ്തുതകളെ കീഴ്മേൽ മറിക്കുന്നു. സൃഷ്ടാവിനെക്കുറിച്ച് അവനല്ല എന്നെ സൃഷ്ടിച്ചത് എന്നോ, ഉരുവാക്കപ്പെട്ട വസ്തു എനിക്ക് രൂപം നൽകിയവനെക്കുറിച്ച് അവന് അറിവില്ല എന്നോ പറയത്തക്ക വിധം കുശവനും കളിമണ്ണും ഒന്നുപോലെ പരിഗണിക്കപ്പെടുമോ? ലെബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ. അന്ന് ചെകിടർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു കേൾക്കുകയും അന്ധർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും. ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. ദരിദ്രർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും. നിർദ്ധയർ അപ്രത്യക്ഷരാവുകയും നിന്ദകർ ഇല്ലാതാവുകയും ചെയ്യും. ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗരകവാടത്തിലിരുന്ന് ശാസിക്കുന്നവന് കെണിക്ക് വയ്ക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. അബ്രാത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിന്റെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്യുന്നു. യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല, ഇനിമേൽ അവന്റെ മുഖം വിവരണമാവുകയില്ല. ഞാൻ ജനത്തിന്റെ മധ്യേ ചെയ്ത പ്രവർത്തികൾ കാണുമ്പോൾ അവന്റെ സന്തതി എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അവർ യാക്കോബിന്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും. തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങി വരും. പെറുപെറുക്കുന്നവർ ഉപദേശം സ്വീകരിക്കും.